ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബാസ്മൂൽ ഹഫിദുള്ളയുടെ ഒരു ദർസിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം സംഘടനകളും ഇന്നത്തെ കക്ഷികളൊക്കെ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശരിയായി മനസ്സിലാക്കേണ്ട രീതി എന്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് മുഹമ്മദ് ബാസ്മൂൽ ഹഫിദുല്ല ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചു പറഞ്ഞു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ കയറിനെ പാശത്തെ മുറുകെ പിടിക്കുക, യഥാർത്ഥ മാർഗദർശനം സുന്നത്ത് പിന്തുടരുക, മതത്തിൽ പുതിയതുണ്ടാക്കുന്നവരാകാതിരിക്കുക അഥവാ ബിദ്അത്തുകൾ, എങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ലഭിച്ച സുന്നത്തിനെയും പിൻപറ്റുക, എങ്കിൽ നിങ്ങൾക്ക് രക്ഷയും നേട്ടവും ലഭിക്കും. എന്നിട്ട് ഷെയ്ഖ് ബാസ്മൂൽ പറയാണ്, അതുകൊണ്ട് രണ്ടാമത്തെ കാര്യമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അഥവാ ആ പണ്ഡിതൻ പരാമർശിച്ചത്. ഷെയ്ഖ് എന്നിട്ട് ചോദിക്കുകയാണ്, അത് മതിയോ? ഇതെന്ത് തരം ചോദ്യമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. അത് മതിയോ? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നടപ്പിലാക്കലും മനസ്സിലാക്കലും സഹാബികൾ റളിയല്ലാഹു അൻഹുവിൽ നിന്നും വന്നതിൽ പരിമിതപ്പെടുത്തണം. ശരി, അപ്പോൾ ഷെയ്ഖ് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും സുന്നത്തും എന്ന് മാത്രം പറഞ്ഞത്? അപ്പോൾ നമ്മൾ വിചാരിക്കും അത് മതിയെന്നല്ലേ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്നത് വിശ്വാസികളുടെ അഥവാ സഹാബത്തിൻ്റെ റളിയല്ലാഹു അൻഹും മാർഗത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനമാണ്. ഖുർആനിലെ തെളിവ് അള്ളാഹു പറഞ്ഞു, സത്യമാർഗം വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും റസൂലിനെ എതിർക്കുകയും വിശ്വാസികളുടെ അഥവാ സഹാബത്തിൻ്റെ റളിയല്ലാഹു അൻഹു മാർഗമല്ലാത്ത വഴി പിന്തുടരുകയും ചെയ്താൽ അവൻ തിരഞ്ഞെടുത്ത വഴിയിൽ തന്നെ അവനെ നാം വിടുന്നതാണ്. ഒടുവിൽ നരകത്തിൽ അവനെ നാം ദഹിപ്പിക്കുകയും ചെയ്യും. എത്ര മോശമായ ഒരവസാനമാണത്. ഇത് സൂറത്ത് നിസാ 4-ാം അധ്യായം 115-ാം വചനമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും സുന്നത്തിനെയും കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലാക്കലിൽ നിങ്ങൾ വിശ്വാസികളുടെ അഥവാ സഹാബികളുടെ റളിയല്ലാഹു അൻഹു മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഇനി സുന്നത്തിലെ തെളിവുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ദീർഘകാലം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിടയാകും. അപ്പോൾ അഥവാ ആ ഭിന്നതയിൽ നിന്ന് സത്യത്തിലേക്ക് എത്താനുള്ള പരിഹാരമാണ് എൻ്റെ സുന്നത്തും എനിക്ക് ശേഷം വരുന്ന സന്മാർഗികളായ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങളുടെ അണപ്പല്ലുകൾ ഉപയോഗിച്ചതിൽ മുറുകെ പിടിക്കുക. മതത്തിൽ പുതുതായി കണ്ടുപിടിച്ച കാര്യങ്ങളെ ബിദ്അത്തുകളെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നൊഴികെ മറ്റെല്ലാ കക്ഷികളും നരകത്തിലായിരിക്കും. സഹാബികൾ റളിയല്ലാഹു അൻഹും ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ആ ഒരു കക്ഷി ഏതാണ്? അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅത്ത്. മറ്റൊരു റിപ്പോർട്ടിൽ, ഞാനും എൻ്റെ സഹാബികളുമുള്ള മാർഗം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും സുന്നത്തിലും തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനാകും സലഫുസ്വാലിഹീങ്ങളുടെ മുൻഗാമികളായ സജ്ജനങ്ങളുടെ അഥവാ സഹാബികളുടെ റളിയല്ലാഹു അൻഹും മനസ്സിലാക്കലിലേക്ക് മടങ്ങാനും അവരെ പിന്തുടരാനും അവരെ മുറുകെ പിടിക്കാനും നിർദ്ദേശിക്കുന്നത്. വ്യക്തമായോ എന്ന് ഷെയ്ഖ് ചോദിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഷേഖ് പറഞ്ഞത് സത്യമായ മാർഗനിർദ്ദേശം പിന്തുടരുക എന്ന്. യഥാർത്ഥ സന്മാർഗം പിന്തുടരുന്നതിന് സലഫു സ്വാലിഹീങ്ങളെ, സഹാബികളെ റളിയല്ലാഹു അൻഹും പിന്തുടരേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇത് വ്യക്തമാക്കൽ അനിവാര്യമാണെന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നത് മാത്രമല്ല വിഷയം എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മനസ്സിലാകേണ്ടതുണ്ട്. വ്യതിചലിച്ച വിഭാഗങ്ങളും കക്ഷികളുമെല്ലാം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്ന കാര്യം എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. എങ്കിലും അഹ്ലുസുന്നയും അവരും തമ്മിലുള്ള വേർതിരിവ് ഇതാണ്. സലഫുകളിൽ നിന്ന് ലഭിച്ചതനുസരിച്ച്, സഹാബികളിൽ നിന്ന് ലഭിച്ചതനുസരിച്ച് ഖുർആനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലുസുന്ന. മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ അവർ അങ്ങനെ ചെയ്യുന്നില്ല. സൂഫികൾ, കേരളത്തിലത് സമസ്തയാണ്, അവർ പറയുന്നത് ഖുർആനും സുന്നത്തും എൻ്റെ വ്യക്തിപരമായ പ്രചോദനത്തിൻ്റെ വെളിച്ചത്തിൽ മാർഗനിർദ്ദേശം കണ്ടെത്തലാണ്. എൻ്റെ ഹൃദയം എൻ്റെ റബ്ബിൽ നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നു. അദ്ദേഹം അഹ്ലുസുന്നയെ നാണം കെടുത്താൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വിജ്ഞാനം ഒരു മരിച്ചയാളിൽ നിന്ന് മറ്റൊരു മരിച്ചയാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിജ്ഞാനം മരണമില്ലാത്തവരും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരുമായ അള്ളാഹു, അവനിൽ നിന്നാണ് നേരിട്ട് ലഭിക്കുന്നത്. ഇനി മുഅ്തസിലിയാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലത് മർക്കസുദ്ദാവയാണ്. അവരും പറയുന്നത് ഖുർആനും സുന്നത്തും എന്നാണ്. എങ്കിലും അവർ പറയുന്നു അവയെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കൽ നമ്മുടെ ബുദ്ധിയിലും ഭാഷയിലുമായി പരിമിതപ്പെടുത്തുന്നു. ഇത് സലഫു സാലിഹീങ്ങളിൽ നിന്ന് വന്നതല്ല. വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതും ഖുർആനും സുന്നത്തും എന്നാണ്. എങ്കിലും ഖുർആനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ അഹ്ലുൽ ബൈത്തിനെ അഥവാ പ്രവാചക കുടുംബത്തെ അവലംബിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായവയെ തള്ളിക്കളയുകയും ചെയ്യുന്നു. വ്യത്യസ്ത കക്ഷികളിൽ നിന്ന് നിങ്ങൾ ഒരു കക്ഷിയിലേക്ക് വരില്ല. ഇതുപോലെ തന്നെ ഇതെൻ്റെ വാക്കാണ്, ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, ഇത് ഷെയ്ഖിൻ്റെ വാക്കല്ല. ഇതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും ത്വരീഖത്തുകളും മാസപ്പിറവി നിർണയത്തിന് കണക്ക് മാത്രം അവലംബിക്കുന്നവരും സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല, സഹാബികൾ റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയതുപോലെ അല്ല ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നത്. മറിച്ച് അവ സ്ഥാപിച്ച അവരുടെ നേതാക്കൾ മനസ്സിലാക്കിയതുപോലെയാണ്. അതുകൊണ്ടാണ് ഈ സംഘടനകളും കക്ഷികളൊക്കെ പിഴവിലായത്. ബാറക്കല്ലാഹു ഫീക്കും. ഇവരിൽ അഥവാ ഇനി ഷേഖ് പറയാണ്, ഇവരിൽ അഥവാ ഈ സംഘടനകളിലും കക്ഷികളിലും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ രീതിയിലും, അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നതും, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബകൾ റളിയല്ലാഹു അൻഹുവിൻ്റെ ജമാഅത്ത് പിൻപറ്റുന്നവരും. അതാണല്ലോ ഖുർആനിൽ പിൻപറ്റാൻ പറഞ്ഞത്, അവരെയാണല്ലോ പിൻപറ്റാൻ പറഞ്ഞത്. നമ്മൾ ആയത്തുകളും ഹദീസുകളൊക്കെ വായിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം, സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റണം. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ രീതിയിലും സലഫ് അഥവാ ഈ സംഘടനകളിലും കക്ഷികളിലും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ രീതിയിലും സലഫു സ്വാലിഹീങ്ങളുടെ മനസ്സിലാക്കൽ മുറുകെ പിടിക്കുന്നതിലും അവരുടെ മതം സ്വീകരിക്കുന്ന സ്രോതസ്സുകളിൽ വിരുദ്ധമായ ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദക്കുമുല്ലാഹ്. അപ്പോൾ ശരിയായ
ശരിയായ രീതിയിൽ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയതുപോലെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പിഴവുകൾ സംഭവിക്കുകയില്ല. കാരണം അവരെ പിൻപറ്റാൻ അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. അവരെ പിൻപറ്റിയില്ലെങ്കിൽ നരകത്തിലിട്ട് കരിച്ചു കളയുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഷെയ്ഖിൻ്റെ ശബ്ദം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അവിടെ ഇതേ തലക്കെട്ടും ലിങ്കും കാണാം. ആ ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയ്ഖിൻ്റെ ശബ്ദം കേൾക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.